ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റാണ്. നമ്മളൊന്ന് എന്നാണ് കേട്ടോ ഈ യൂണിറ്റിൻ്റെ പേര്. ഇതിലെ ആദ്യത്തെ പാഠമാണ് നമ്മൾ നോക്കുന്നത്. കുട്ടമ്മാനും കൊട്ടാരവും എന്നുള്ള കുഞ്ഞുണ്ണി മാഷ് എഴുതിയ ചെറിയൊരു കഥയാണ് കേട്ടോ. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ്. പറഞ്ഞതാരാണ്? BR അംബേദ്കറാണ്. നമുക്ക് ആ ചിത്രത്തിൽ ഗാന്ധിജിയെയും അതുപോലെ BR അംബേദ്കറെയും കാണാം. അതുപോലെ ഒരുപാട് കുട്ടികൾ അവരെ നോക്കി നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് അംബേദ്കർ പറഞ്ഞത്? ജനാധിപത്യം എന്നുള്ളത് ഒത്തുചേർന്നുള്ള ജീവിതമാണ്. നമുക്കറിയാം, ആദ്യമൊക്കെ എന്തായിരുന്നു? രാജഭരണമായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അതുപോലെ അതായത് എന്താണ്? സ്വേച്ഛാധിപത്യം, അതായത് ഒരാൾ ഭരിക്കുക, മറ്റുള്ളവർ അതനുസരിക്കുക. എന്നിട്ട് ചിലവർ അടിമകളാക്കുന്നവരുണ്ട്, അതുപോലെ അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ചോദിക്കാനോ പറയാനോ നമുക്ക് ആർക്കും അവകാശമില്ല, ഒരു റൈറ്റ്സും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നിലനിൽക്കുന്നത് എന്താണ്? ജനാധിപത്യമാണ്. അതായത് ജനങ്ങൾക്കാണ് പരമമായ അധികാരം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ നേരിട്ട് ഭരണം നടത്തുന്നുണ്ട്. അതല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ പ്രതിനിധികളായി മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. നമ്മളുടെ MLA-മാർ, MP-മാർ, മന്ത്രിമാർ, അങ്ങനെയുള്ളവർ. എന്നിട്ട് അവർ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു. അതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. കുട്ടമ്മാനും കൊട്ടാരവും. കുട്ടമ്മാൻ എങ്ങട്ടാ? കൊട്ടാരം കാണാൻ. അയ്യോ എൻ്റെ കുട്ടമ്മാനെ, കണ്ണട ഇല്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്ത് കാണാനാ? കുട്ടമ്മാൻ ഉടനെ മടങ്ങി ചെന്ന് കാലില്ലാത്ത കണ്ണടയെടുത്തു മൂക്കത്ത് വെച്ച് വീണ്ടും പുറപ്പെട്ടു. കുട്ടമ്മാൻ എങ്ങോട്ടാ? കൊട്ടാരം കാണാൻ. അയ്യേ എൻ്റെ കുട്ടമ്മാനെ, കൊടയില്ലാണ്ട് കൊട്ടാരം നടന്നു കാണാനാവില്ല. കുട്ടമ്മാൻ ഉടനെ മടങ്ങി ചെന്ന് കാലു വളഞ്ഞ കുടയെടുത്ത് നിവർത്തിപ്പിടിച്ച് വീണ്ടും പുറപ്പെട്ടു. കുട്ടമ്മാൻ എങ്ങോട്ടാ? കൊട്ടാരം കാണാൻ. അയ്യോ എൻ്റെ കുട്ടമ്മാനെ, കണ്ണട വെച്ച് കൊട പിടിച്ച് ചെന്ന കൊട്ടാരത്തിൽ കയറ്റുമോ? എന്താ കയറ്റാണ്ട്? ഇത് പണ്ടത്തെ കൊട്ടാരമല്ല, പണ്ടത്തെ കുട്ടമ്മാനുമല്ല. എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത്. മനസ്സിലായോ? എഴുതിയത് കുഞ്ഞുണ്ണി മാഷാണ്. ഈ കഥയൊരു സംഭാഷണ രൂപേണയാണ് അല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താ കഥയിൽ പറഞ്ഞിട്ടുള്ളത്? ആദ്യമായിട്ട് നമ്മുടെ കഥാപാത്രമായിട്ടുള്ള കുട്ടമ്മാൻ എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, എന്ത്, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ കുട്ടമ്മാൻ പറയുന്നു, കൊട്ടാരത്തിലേക്കാണ്. അപ്പോൾ എന്ത് പറയുന്നു? കണ്ണട ഇല്ലാണ്ട് പോയാൽ എങ്ങനെയാണ് കൊട്ടാരം കാണുക എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ കുട്ടമ്മാൻ നേരെ തിരിച്ചു പോയി ഒരു കാലില്ലാത്ത കണ്ണട എടുത്ത് മൂക്കത്ത് വെച്ച് പോരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്, കുട്ടമ്മാൻ എങ്ങോട്ടാന്ന് ചോദിക്കും. അപ്പോൾ പറയും കൊട്ടാരം കാണാനെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, കൊടയില്ലാണ്ട് കൊട്ടാരത്തിൽ പോയാൽ കൊട്ടാരത്തിൽ കയറ്റൂല എന്നല്ലേ. അപ്പോൾ കുട്ടമ്മാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് കാലില്ലാത്തൊരു കുടയെടുത്ത് വരുന്നു. പിന്നീട് അപ്പോൾ ഇതുവരെയുള്ള വരികളുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ആദ്യകാലത്ത് നിലനിന്നിരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു, രാജഭരണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. എല്ലാവർക്കും രാജാവിനെ കാണാൻ കഴിയില്ലായിരുന്നു. എല്ലാവർക്കും അവരുടെ പരാതികൾ ബോധിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ രാജാവിന് മുന്നിൽ ഉന്നയിക്കാൻ കഴിയില്ലായിരുന്നു. അതിന് ഒരുപാട് നിയമവ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. അപ്പോൾ കണ്ണട വയ്ക്കാനും കുട പിടിക്കാനും കഴിവുള്ള ആളാണോ കുട്ടമ്മാൻ? അല്ല, ഒരു ദരിദ്രനാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. എങ്ങനെ? കാലില്ലാത്ത കണ്ണടയാണ്, അതുപോലെ കാല് വളഞ്ഞ കുടയാണ്. അപ്പോൾ അതെന്താണ്? ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് പണമില്ലാത്തവൻ്റെ ലക്ഷണങ്ങളാണ് പൊട്ടിയ കണ്ണടയും കാലില്ലാത്ത കുടയും ഒക്കെ. അപ്പോൾ എന്നിട്ടും രാജാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാമെന്നുള്ള രീതിയിൽ അതെടുത്ത് പോകുന്നത്. ഇനി പിന്നീട് എന്താണ് പറയുന്നത്? കുട്ടമ്മാൻ എങ്ങോട്ടാന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു കൊട്ടാരത്തിലേക്കെന്ന്. അപ്പോൾ എന്താണ് ആൾ ചോദിക്കുന്നത്? എന്ത്? കണ്ണടയും കുടയും ഇട്ട് പോയാൽ കൊട്ടാരത്തിൽ കയറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ കുട്ടമ്മാൻ പറയുന്ന മറുപടി എന്താണ്? ഞാൻ പഴയ കുട്ടമ്മാനല്ല, പഴയ കൊട്ടാരത്തിലേക്കുമല്ല പോകുന്നത്. എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച ആളും അതുപോലെ ഞാൻ പണിതു കൊടുത്ത കൊട്ടാരവുമാണ്, അതിലേക്കാണ് ഞാൻ പോകുന്നത് ആളെ കാണാനെന്ന് പറയുന്നു. അവിടെ എന്താണ് തെളിഞ്ഞു കാണുന്നത് മക്കളെ? രാജഭരണം മാറി ജനാധിപത്യ ഭരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളാണ് എന്ത്? നിയമസഭയിലും മറ്റുമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. സാധാരണ ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ് നിയമസഭയിൽ, അതായത് മന്ത്രിമാരും MP-മാരും ഒക്കെ നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പോൾ അവരെ കാണാൻ എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല, എനിക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്ക് കുട്ടമ്മാൻ എത്തി.
അപ്പോൾ ഇവിടെ ഈ കവിതയിൽ പറയുന്നത് രാജഭരണത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക്, സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് എത്തിയപ്പോഴുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് കേട്ടോ. ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1, പാഠഭാഗം വായിക്കൂ. വീട്ടിലുള്ളവർക്കും ടീച്ചർക്കുമെല്ലാം വായിച്ചു കേൾപ്പിക്കൂ. ഇത് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനമാണ്. സിമ്പിളല്ലേ? വീട്ടിലുള്ളവർക്കും അതുപോലെ ക്ലാസ്സിൽ ടീച്ചർക്കും വായിച്ചു കൊടുക്കുക. ചോദ്യം 2, ഈ കഥയിൽ നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇതൊരു കുഞ്ഞു കഥയാണ്. ഈ കഥയിൽ ആകെ 2 കഥാപാത്രങ്ങൾ മാത്രമാണ് ഉള്ളത്. പ്രായം ചെന്ന കുട്ടമ്മാനും കുട്ടമ്മാനോട് സംസാരിക്കുന്ന പെൺകുട്ടിയും. ഇവർ തമ്മിലുള്ള സംഭാഷണം പോലെയാണ് കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു വലിയ ആശയം ചെറിയ രീതിയിൽ ചുരുക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ചോദ്യം 3, ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാവില്ലല്ലോ, പിന്നെ കുട്ടമ്മാൻ കാണാൻ പോകുന്നത് ആരെയായിരിക്കാം? നമ്മൾ പറഞ്ഞു, കുട്ടമ്മാൻ പോകുന്നത് താൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധിയെയോ മുഖ്യമന്ത്രിയെയോ കാണാൻ വേണ്ടിയായിരിക്കും. ചോദ്യം 4, എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത്. മനസ്സിലായോ? ഇതുകൊണ്ട് കുട്ടമ്മാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധികളെയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയാണ് രാജാവ് എന്ന് കുട്ടമ്മാൻ പറയുന്നത്. പണ്ടുകാലത്തായിരുന്നു രാജഭരണം, എന്നാൽ ഇന്ന് ജനാധിപത്യ ഭരണമാണ്. ജനങ്ങളെ ഭരിക്കാൻ ജനങ്ങൾ തന്നെ നിയമിച്ചവരാണ് അവിടെയുള്ളത്. ആ നിയമസഭാ മന്ദിരത്തിലേക്കാണ് കുട്ടമ്മാൻ പോകുന്നത്. അതുകൊണ്ടാണ് എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത്. മനസ്സിലായോ എന്ന് കുട്ടമ്മാൻ പറയുന്നത്. ചോദ്യം 5, ടീച്ചറോടൊത്ത് സമ്മാനപ്പൊതി എന്ന കളി കളിച്ചുവോ? ഇതിൽ നിന്ന് എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് കണ്ടെത്തിയത്? അത് ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ്സിൽ കളിച്ചു തരും. സമ്മാനപ്പൊതി ടീച്ചറും നിങ്ങളും കൂടെ കളിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്തിയ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അവസാന ചോദ്യം നോക്കൂ, കുട്ടമ്മാൻ്റെ കഥ പാവനാടകമായി അവതരിപ്പിക്കുക. അതും നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്, എഴുതാനായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് കുട്ടമ്മാനും കൊട്ടാരവും എന്നുള്ള ഈ ചെറിയ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതുപോലെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത് കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്